തീർത്ത, ഞാനൊരു കാര്യം പറഞ്ഞാൽ തനിക്ക് വിഷമമാകരുത്. വാർഡ്രോബിൽ നിന്നും ഷർട്ടും പാൻസും വലിച്ചെടുത്തുകൊണ്ട് അവൻ തിരിഞ്ഞു. ഇല്ല. പതിവിലും ഗൗരവത്തിൽ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് അവളുടെ കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെടുത്തി. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയുക, അല്ലാതെ ഇങ്ങനെ മുക്കുകയും മൂളുകയും ചെയ്യുന്നത് എനിക്കത്ര താല്പര്യമുള്ള കാര്യമല്ല. ആൾപ്പൊക്കമുള്ള ആ കണ്ണാടിയിൽ നോക്കി ഷർട്ടിട്ടുകൊണ്ട് അവൻ പറഞ്ഞു. ഓ, അതായിരുന്നു. തീർത്ത ആശ്വാസത്തോടെ ഒന്ന് മൂളി. പിന്നെ നാവ് കടിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. അവൾ താഴെയെത്തുമ്പോൾ ചിന്നുവും ശിവയും ഭക്ഷണം കഴിക്കുകയാണ്. ചിന്നു തൻ്റെ പ്ലേറ്റിൽ നിന്നും ദോശ കിള്ളി ശിവയുടെ വായിൽ വെച്ചു കൊടുക്കുന്നതും ശിവ അത് ആസ്വദിച്ച് കഴിക്കുന്നതും അവൾ കണ്ടു. ഒരു ദിവസം കൊണ്ട് തന്നെ ശിവ ചിന്നുവുമായി ഒരുപാട് അടുത്തെന്ന് അവൾക്ക് മനസ്സിലായി. ഓപ്പേ. തീർത്തയെ കണ്ട് ശിവ ഡൈനിങ് ടേബിളിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും ചിന്നു അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി. ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ എഴുന്നേൽക്കാൻ പാടില്ല, ദോഷമാണ്. ചിന്നു അവൾക്ക് പറഞ്ഞു കൊടുത്തു. ആണോ? ആ കുഞ്ഞു കണ്ണുകളിൽ അമ്പരപ്പ്. അതെ. അവൾക്കരികിലേക്ക് ചെന്നുകൊണ്ട് തീർത്ത പറഞ്ഞു. ഓപ്പ കഴിക്കുന്നില്ലേ? തൻ്റെ ദോശയിൽ നിന്നും ഒരു കഷ്ണം കീറി ഓപ്പയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ശിവ ചോദിച്ചു. ഓപ്പയ്ക്ക് ഇപ്പോൾ വേണ്ട, ശിവു കഴിച്ചോ? പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അപ്പോഴാണ് മഹേശ്വരും മോഹനും കഴിക്കാനായി അങ്ങോട്ട് വന്നത്. അവരെ കണ്ടപ്പോൾ ചെറിയ വെപ്രാളത്തോടെ അവൾ അടുക്കളയിലേക്ക് വലിഞ്ഞു. അച്ഛനും ചെറിയച്ഛനും വന്നോ മോളെ? അവളെ കണ്ടപ്പോൾ ചട്നിക്ക് കടുക് താളിക്കുകയായിരുന്ന പാർവതി ചോദിച്ചു. ജാനകിയെ അടുക്കളയിൽ കാണുന്നുണ്ടായിരുന്നില്ല. അവൾ തലയിളക്കി. എന്നാൽ ഇതൊക്കെ ഒന്ന് എടുത്ത് ടേബിളിൽ വെക്കാമോ? അടുക്കളയിലെ കുഞ്ഞു കോഫി ടേബിളിൽ എടുത്ത് വെച്ചിരുന്ന പാത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർവതി ചോദിച്ചു. ആ. മാധവൻ്റെ അച്ഛൻ്റെയും മോഹൻ സാറിൻ്റെയും മുൻപിലേക്ക് ചെല്ലാൻ അവൾക്ക് ചെറിയൊരു മടി തോന്നിയെങ്കിലും അമ്മ പറഞ്ഞതുകൊണ്ട് അവൾ ഭക്ഷണം അടങ്ങിയ പാത്രങ്ങൾ എടുത്തുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് നടന്നു. ആഹാ, ഇപ്പോൾ തന്നെ അടുക്കള ഭരണം ഏറ്റെടുത്തോ? അവളെ നോക്കി വാത്സല്യത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മഹേശ്വർ അത് ചോദിക്കുമ്പോൾ അവളെ മൈൻഡ് പോലും ചെയ്യാതിരിക്കുകയാണ് മോഹൻ. അതിന് മറുപടിയായി അവൾ മെല്ലെയൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ബൗളിൽ തേങ്ങാ ചട്നിയുമായി പാർവതി അങ്ങോട്ട് വന്നു. മാധവ് വന്നില്ലേ? ഭർത്താവിനും അനിയനും ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ അവർ ചോദിച്ചു. തീർത്തയുടെ കണ്ണുകൾ സ്റ്റെപ്പിന് നേരെ നീണ്ടു. അതിന് അവൻ ഇന്ന് ബാങ്കിൽ പോകുന്നുണ്ടോ? മഹേശ്വർ ചോദിച്ചു. ആ, ഒഴിവാക്കാൻ പറ്റാത്ത എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പാർവതി പറഞ്ഞു. ടേബിളിനടുത്ത് നിന്നും നീങ്ങി നിന്നുകൊണ്ട് തീർത്ത അതെല്ലാം നോക്കിക്കണ്ടു. അവസാനം അവളുടെ മിഴികൾ ശിവയിൽ തങ്ങി നിന്നു. മോഹനും മഹേശ്വറും വന്നിരുന്നത് അവളുടെ പുഞ്ചിരിക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. തല താഴ്ത്തിപ്പിടിച്ച് പ്ലേറ്റിലൂടെ വിരലോടിക്കുകയാണ് അവൾ. ശിവു വാ, ഓപ്പ വാരിത്തരാം. കുഞ്ഞവിടെ ഒട്ടും കംഫർട്ടബിൾ അല്ലെന്ന് തോന്നിയതുകൊണ്ട് തീർത്ത ശബ്ദം താഴ്ത്തി അവളെ വിളിച്ചു. ആ കുട്ടി അവിടെ ഇരുന്ന് കഴിക്കട്ടെ. ഇത്രയും വലിയ കുട്ടിക്കൊക്കെ വാരിക്കൊടുക്കുന്നത് ശരിയല്ല. അതൊക്കെ ചീത്ത ശീലങ്ങളാണ്. പാർവതി പറഞ്ഞത് കേട്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങിയ ശിവ ദയനീയമായി ഓപ്പോളെ നോക്കി. തീർത്ത ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. തന്നെ നോക്കിയിരിക്കുന്ന ശിവുവിനെ നോക്കി അവൾ കണ്ണ് ചിമ്മി കാണിച്ചെങ്കിലും മനസ്സിൽ അസ്വസ്ഥത പടർന്നിരുന്നു. അപ്പോഴാണ് ബാങ്കിൽ പോവാനൊരുങ്ങി ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മാധവ് സ്റ്റെപ്പ് ഇറങ്ങി വന്നത്. തോളിൽ ലാപ്ടോപ്പ് ബാഗുമുണ്ട്. ബാഗ് ലിവിംഗ് റൂമിലെ കൗച്ചിൽ വെച്ചുകൊണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ അവൻ ടേബിളിൽ വന്നിരുന്നു. മാധവൻ്റെ എല്ലാ കാര്യങ്ങളും താനാണിനി നോക്കേണ്ടതെന്ന് രാവിലെ ജാനകി ചിറ്റ പറഞ്ഞതോർത്ത് അവന് ഭക്ഷണം വിളമ്പാനായി തീർത്ത മുന്നോട്ട് വന്നെങ്കിലും പാർവതി അവൾക്ക് മുന്നേ അവന് ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞിരുന്നു. വല്ലായ്മയോടെ തീർത്ത പിറകിലേക്ക് നീങ്ങി നിന്നു. ഫോൺ ചെയ്തുകൊണ്ട് തന്നെയാണ് മാധവ് ഭക്ഷണം കഴിക്കുന്നത്. ബാങ്കിലെ എന്തോ കാര്യമാണെന്ന് സംസാരത്തിൽ നിന്നും വ്യക്തമായിരുന്നു. മുൻപിലിരിക്കുന്ന ശിവുവിനെ നോക്കി വാത്സല്യത്തോടെ കണ്ണ് ചിമ്മി പുഞ്ചിരിച്ചെങ്കിലും ഒരു നോട്ടം പോലും തനിക്ക് നേരെ നീളുന്നില്ലല്ലോ എന്ന് അവൾ വിഷമത്തോടെ ഓർത്തു. പേരിന് ഒരു ദോശ കഴിച്ചുകൊണ്ട് അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ മുഴുവൻ കഴിക്കാനായി പാർവതി അവനെ നിർബന്ധിച്ചു. വേണ്ടമ്മേ, ക്ലയൻറ്റ് ഓൺ ദ വേ ആണ്. അദ്ദേഹം എത്തുന്നതിന് മുൻപേ എനിക്ക് ബാങ്കിൽ എത്തണം. അവൻ എഴുന്നേറ്റ് വാഷ് ബേസിനടുത്തേക്ക് നടന്നു. അപ്പോൾ പോലും അവൻ്റെ കണ്ണുകൾ അവളെ തേടിയെത്തിയില്ല. അടുത്തേക്ക് ചെല്ലാനും സംസാരിക്കാനും അവൾക്കേറെ ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവരും എന്ത് വിചാരിക്കുമെന്നോർത്ത് ആ ആഗ്രഹം അവൾ മനസ്സിലടക്കി. അമ്മ, ഞാൻ പോവാ. അച്ഛ, ചെറിയച്ഛ, ചിറ്റേ. എല്ലാവരോടും കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞുകൊണ്ട് അവൻ വേഗത്തിൽ പുറത്തേക്ക് നടന്നു. അതും കൂടിയായപ്പോൾ തീർത്തയുടെ മനസ്സിലെ നൊമ്പരത്തിന് ആഴം കൂടി. യാത്ര പറയണ്ട, ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ, അവൾ സങ്കടത്തോടെ മനസ്സിലോർത്തു. ലിവിംഗ് റൂമിലെത്തി ലാപ്ടോപ്പ് എടുത്ത് മാധവ് എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു നോക്കി. നിരാശ നിറഞ്ഞു നിൽക്കുന്ന മിഴികളാൽ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. തന്നെ നോക്കി നിൽക്കുന്ന ആ പെണ്ണിനെ നോക്കിയവൻ കണ്ണ് ചിമ്മി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ സ്വതവേ വിടർന്ന തീർത്തയുടെ കണ്ണുകൾ ഒന്നുകൂടെ വിടർന്നു. അവളുടെ നെഞ്ചിൽ സന്തോഷം തിരതല്ലി. അവൾക്ക് പുഞ്ചിരിക്കാതിരിക്കാനായില്ല. അത്രമേൽ ആർദ്രമായിരുന്നു മാധവൻ്റെ ആ പുഞ്ചിരി. ലോണ്ടറി ബാഗിൽ നിന്നും മാധവൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി അലക്കാനായി എടുക്കുമ്പോൾ അവൻ ഇന്നലെ ഇട്ട ക്രീം കളർ കുർത്ത കയ്യിൽ കിട്ടിയത്.
പ്രണയത്തോടെ നോക്കിക്കൊണ്ട് അവൾ അത് മുഖത്തോടടുപ്പിച്ചു. ഹൃദ്യമായൊരു ഗന്ധം അവളുടെ നാസികയിൽ സ്പർശിച്ചു. മുൻപ് പലപ്പോഴും മാധവ് അടുത്ത് വരുമ്പോൾ ഈ ഗന്ധം അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. അത് എന്തിൻ്റെയാണെന്ന് അവൾക്ക് വേർതിരിച്ചറിയാൻ സാധിച്ചില്ല. ഓപ്പേ! പുറകിൽ നിന്നും ഷിവുവിൻ്റെ വിളി കേട്ട് അവൾ ഞെട്ടലോടെ കുർത്ത ലോണ്ടറി ബാഗിലേക്ക് തന്നെ ഇട്ടു. എന്തേ? ഷിവു അത് കണ്ടോ എന്ന പരിഭ്രമത്തിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? ആ റൂമിലേക്ക് കയറാൻ എന്തോ പേടിയുള്ളതുപോലെ ശിവ ചോദിച്ചു. അതിനെന്താ? അവളുടെ ചോദ്യം കേട്ട് തീർത്തയ്ക്ക് അമ്പരപ്പ് തോന്നി. ശിവു പതിഞ്ഞ കാൽവെപ്പോടെ അകത്തേക്ക് കയറി. ഇതാണോ ഓപ്പോളുടെ മുറി? ബെഡിൽ തൊട്ടു നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അതേലോ. തീർത്ത കുഞ്ഞിനെ എടുത്ത് ബെഡിലേക്കിരുത്തി. ആ ചേട്ടൻ ഇനി എപ്പോഴാ വരിക? വാതിൽക്കലേക്ക് നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചു. വൈകിട്ടാവും. അല്ല, എന്തു പറ്റി? മുഖമാകെ വല്ലാതായിരിക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? ശിവുവിൻ്റെ മുഖത്തെ ചെറിയൊരു മാറ്റം പോലും തീർത്തയ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാകും. ഇല്ല, ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ചിന്നുചേച്ചി സ്കൂളിൽ പോയി. ഞാൻ ഒറ്റയ്ക്കായി. തൻ്റെ ഉള്ളിലെ കുഞ്ഞു നൊമ്പരം അവൾ കൈവിരലുകൾ തമ്മിൽ കൂട്ടിപ്പിരിച്ചുകൊണ്ട് പറഞ്ഞു. അതാണോ കാര്യം? ഇവിടെ ഓപ്പോളില്ലേ? വേറെ 2 അമ്മൂമ്മമാരില്ലേ? പിന്നെ എങ്ങനെയാ ശിവു ഒറ്റയ്ക്കാവുന്നത്? ശിവുവിൻ്റെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് തീർത്ത ആ കുഞ്ഞു കണ്ണുകളിലേക്ക് നോക്കി. ഇവിടെ ഒരു കുളമുണ്ടോപ്പേ. നിറയെ മീനുണ്ടതിൽ. രാവിലെ എന്നെ കൊണ്ടുപോകാമെന്ന് ചിന്നുചേച്ചി പറഞ്ഞതാണ്. പക്ഷേ സ്കൂളിൽ പോകാൻ പറഞ്ഞ് ചിന്നുചേച്ചിയുടെ അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ ചേച്ചി സ്കൂളിൽ പോയി. എനിക്ക് ആ കുളം കാണണമോപ്പേ. തീർത്തയുടെ ടോപ്പിൽ പിടിച്ചുകൊണ്ട് ശിവു ചിണുങ്ങി. അയ്യോ, കുളത്തിൻ്റെ അടുത്തേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. കാരണം നീന്താൻ നമുക്കറിയില്ലല്ലോ. എങ്ങാനും നമ്മൾ അതിൽ വീണുപോയാലോ? ശിവുവിൻ്റെ കൈവിരലുകളിൽ പിടിച്ചുകൊണ്ട് തീർത്ത അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അല്ല, 2 ആളും ഇവിടെ ഇരിക്കുകയാണോ? റൂമിലേക്ക് വന്ന പാർവതിയെ കണ്ട് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു. തീർത്ത, മാധവൻ്റെ ഡ്രസ്സ് അലക്കാനിട്ടോ? ശിവുവിൻ്റെ മുടിയിൽ തഴുകിക്കൊണ്ട് പാർവതി ചോദിച്ചു. ഇല്ല, ഇപ്പോൾ ഇടാം. അവൾ വേഗം തന്നെ ലോണ്ടറി ബാഗിൽ നിന്നും വസ്ത്രങ്ങൾ എടുത്തു. മോളുടെ റൂമിൽ പോയിക്കോ. അവിടെ വരയ്ക്കാനും കളിക്കാനുമായി ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ എടുത്തു വെച്ച് കളിക്ക്. ശിവു തീർത്തയ്ക്കൊപ്പം താഴേക്ക് പോകുന്നത് കണ്ട് പാർവതി പറഞ്ഞു. പക്ഷേ ശിവ മടിയോടെ ഓപ്പോൾക്ക് ഒപ്പം തന്നെ നിന്നു. മോള് പോയി പടം വരയ്ക്ക്. ഓപ്പ ഇതൊന്ന് കൊണ്ടുപോയി ഇട്ടിട്ട് ഓടി വരാം. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പാർവതിക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി തീർത്ത അവളെ റൂമിലേക്ക് പറഞ്ഞയച്ചു. തിരിഞ്ഞു നോക്കി ശിവു പോകുന്നത് കണ്ട് തീർത്തയ്ക്കുള്ളിൽ നൊമ്പരം പിടഞ്ഞുണർന്നു. നാളെ മുതൽ ശിവുവിനെ സ്കൂളിൽ വിടണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവൾ തുണികളുമായി അടുക്കള ഭാഗത്തേക്ക് നടന്നു. പുറത്തെ വരാന്തയിലാണ് വാഷിംഗ് മെഷീൻ. അലക്കുകല്ല് എവിടെയാണെന്നറിയാതെ തുണികളുമായി അടുക്കളയിൽ അങ്കലാപ്പോടെ നിൽക്കുന്ന തീർത്തയോട് അടുക്കള ഒതുക്കുകയായിരുന്ന ജാനകി പറഞ്ഞു. എനിക്ക് മെഷീൻ ഉപയോഗിക്കാൻ അറിയില്ല. വല്ലായ്മയിൽ അവൾ പറഞ്ഞു. ആണോ? ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. അടുക്കള സ്ലാബ് തുടച്ചുകൊണ്ട് ജാനകി പറഞ്ഞു. തലയാട്ടിക്കൊണ്ട് തുണികളുമായി അവൾ പുറത്തേക്ക് ഇറങ്ങി നിന്നു. ഇതേ സമയം മാധവൻ്റെ റൂമിലെ ബെഡ്ഷീറ്റ് പരിശോധിക്കുകയായിരുന്നു പാർവതി. ഇതിൽ പ്രസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഓരോന്നിനും ഓരോ സമയമാണ്. അതുപോലെ അഴുക്ക് നോക്കിയിട്ട് വേണം ടൈം സെറ്റ് ചെയ്യാൻ. ജാനകി വാഷിംഗ് മെഷീനിനെ കുറിച്ച് തീർത്തയ്ക്ക് പറഞ്ഞു കൊടുത്തു. അവൾ അതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടു നിന്നു. ഇനി ഇട്ടോളൂ. ജാനകി പിറകിലേക്ക് നീങ്ങി നിന്നു. ചെറിയ പേടിയുണ്ടെങ്കിലും ജാനകി പറഞ്ഞതുപോലെ അവളൊന്ന് ചെയ്തു. അവസാനം മെഷീൻ കറങ്ങുന്നത് കണ്ടപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. കണ്ടോ, ഇത്രയുള്ളൂ. ജാനകി അവളെ നോക്കി പുഞ്ചിരിച്ചു. ആ അമ്മൂമ്മ എവിടെ? തിരികെ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ തീർത്ത ചോദിച്ചു. അത് അമ്മൂമ്മയല്ല, അച്ചമ്മ. മാധവിൻ്റെ അച്ഛൻ്റെ അമ്മ. ജാനകി അവൾക്ക് തിരുത്തി കൊടുത്തു. അപ്പോഴും അവൾ തലയാട്ടി. അമ്മ വല്യച്ഛൻ്റെ വീട്ടിലാണ്. അവിടെ അംബിക വല്യമ്മ തനിച്ചല്ലേ, അതുകൊണ്ട്. ഫ്രിഡ്ജിൽ നിന്നും ഉച്ചക്കലേക്കുള്ള മീനെടുത്ത് വെള്ളത്തിലിട്ടുകൊണ്ട് അവർ പറഞ്ഞു. അപ്പോൾ ആ വല്യച്ഛനോ? ജാനകി അടുക്കള സ്ലാബിൽ എടുത്തു വെച്ച കുഞ്ഞുള്ളിയുടെ തൊണ്ട് പൊളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. വല്യച്ഛൻ അമേരിക്കയിലല്ലേ? അതല്ലേ നിങ്ങളുടെ കല്യാണത്തിന് കാണാതിരുന്നത്? പിന്നെ 2 മക്കളുണ്ട്, ഇരട്ടകളാണ്. ശ്രീബയും ശ്രീപാർവതിയും. 2 ആളും UK-യിലാണ്. അവിടെ MBA ചെയ്യുന്നു. പണികൾ ചെയ്യുന്നതിനൊപ്പം അവർ വിശേഷങ്ങളും പങ്കുവെച്ചു കൊണ്ടിരുന്നു. മോളിലേക്ക് ചെല്ലേ, ആ കുട്ടി അന്വേഷിക്കുന്നുണ്ട്. ഓരനുള്ള ക്യാബേജ് അരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പാർവതി അങ്ങോട്ട് വന്നത്. ശിവയുടെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലും താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പകുതിയിൽ നിർത്തിയാൽ അവർക്കിഷ്ടമാകുമോ എന്നുള്ള സംശയത്തിൽ അവൾ അവിടെ തന്നെ നിന്നു. അമ്മ അരിഞ്ഞോളാം, മോള് പൊയ്ക്കോ. പാർവതി അവളുടെ കയ്യിൽ നിന്നും കത്തി വാങ്ങി അവളെ പറഞ്ഞു വിട്ടു. ഇന്നലെ ഒന്നും നടന്നെന്ന് തോന്നുന്നില്ല. കേബേജ് അരിയുന്നതിനോടൊപ്പം പാർവതി നിരാശയാൽ നെടുവീർപ്പിട്ടു. എന്താ? സാരിയിൽ പറ്റാതെ മീൻ വെട്ടുന്നതിൽ ശ്രദ്ധിച്ചു നിന്ന ജാനകി ചേച്ചി പറഞ്ഞത് കേട്ടില്ല. അല്ലടി,
ഇന്നലെ അവർ തമ്മിൽ ഒന്നും ഉണ്ടായില്ല. ഷീറ്റിലൊന്നും കാണുന്നില്ല. ശബ്ദം താഴ്ത്തി അവർ പറഞ്ഞു, ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? ചേച്ചി റൂമിൽ പോയി പരിശോധിച്ചോ? നേരിയ നീരസത്തിൽ ജാനകി ചോദിച്ചു. പാർവതി തലയാട്ടി. നാണക്കേട്. ജാനകി നെറ്റി ചുളിച്ചു. എന്ത് നാണക്കേട്? ആദ്യരാത്രി കഴിഞ്ഞാൽ എല്ലാ അമ്മായിയമ്മമാരും നോക്കുന്നത് തന്നെയാ ഞാനും ചെയ്തത്. നമ്മുടെ അമ്മ ചെയ്തിട്ടില്ലേ? പാർവതി ജാനകിക്ക് നേരെ ദേഷ്യപ്പെട്ടു. ആ കാലമാണോ ചേച്ചി ഇത്? ഇതെങ്ങാനും മാധവോ ആ പെൺകുട്ടിയോ അറിഞ്ഞാൽ എന്ത് നാണക്കേടാ? വൃത്തിയാക്കിയ പച്ചമീൻ വെള്ളത്തിൽ കഴുകിയെടുത്തുകൊണ്ട് ജാനകി ചോദിച്ചു. എന്തെങ്കിലും ആകട്ടെ, എന്തായാലും ഒന്നും നടന്നില്ല, പാർവതി പിറുപിറുത്തു. ഈ ചേച്ചിയുടെ ഒരു കാര്യം. ആ കാര്യം തുടർന്ന് സംസാരിക്കാതെ ജാനകി തൻ്റെ പണികളിൽ വ്യാപൃതയായി. കല്യാണം കഴിഞ്ഞിട്ട് ചിലവൊന്നുമില്ലേ മാധവ് സാറേ? ക്ലയൻറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് ഓഫീസിലെത്തിയപ്പോൾ മുതൽ ഓരോരുത്തരായി ചോദിക്കാൻ തുടങ്ങിയതാണ്. മാധവിന് ആകെ ദേഷ്യം വന്നെങ്കിലും അവനത് പുറമേ പ്രകടിപ്പിച്ചില്ല. ലഞ്ച് കഴിക്കാനിരിക്കുമ്പോഴും ഓരോരുത്തരായി വന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു മിഠായി എങ്കിലും വാങ്ങിക്കൊടുക്കടാ, ഫുഡുമായി വന്ന വിഷ്ണു പറഞ്ഞു. പിന്നെ മിഠായി? ബാക്കിയുള്ളവൻ്റെ മനസ്സ് നിറയെ ആദിയാണ്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നോർത്ത്. എനിക്കാണെങ്കിൽ അവളെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു. ഭക്ഷണം കഴിച്ചെങ്കിലും ഒരു പിടി പോലും അവൻ വാരി വായിലേക്ക് വെച്ചില്ല. അതെന്താ? നല്ല പെൺകുട്ടിയാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? എന്തുപറ്റി? വിഷ്ണു സംശയത്തോടെ ചോദിച്ചു. അറിയില്ലടാ, മാധവ് തല കുടഞ്ഞു. മിക്ക അറേഞ്ച് മാരേജും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഈ സമയം പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്ക്. പതിയെ എല്ലാം ശരിയായിക്കോളും. അല്ല, ഈ പെൺകുട്ടിയുടെ സ്ഥാനത്ത് ആർദ്രയായിരുന്നുവെങ്കിൽ നീ ഓക്കെ ആകുമായിരുന്നോ? ബിരിയാണിക്കൊപ്പം കിട്ടിയ അച്ചാർ തൊട്ട് നാവിൽ വെച്ചുകൊണ്ട് വിഷ്ണു ചോദിച്ചു. അറിയില്ല. ആർദ്രയോടും എനിക്ക് വലിയ മാനസികമായ അടുപ്പമൊന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ തീർത്ഥയോടും. രണ്ടാളും എനിക്ക് ഒരുപോലെ തന്നെയാണ് തോന്നുന്നത്, മാധവ് പറഞ്ഞു. ഇതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ഭക്ഷണം കഴിക്ക്. ഇനിയും സംസാരിച്ചിരുന്നാൽ മാധവ് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോകുമെന്ന് തോന്നിയതുകൊണ്ട് വിഷ്ണു ആ വിഷയം അവിടെ വെച്ച് അവസാനിപ്പിച്ചു. സംസാരം നിർത്തിയെങ്കിലും മാധവൻ്റെ ഉള്ളിൽ കലുഷമായിരുന്നു. എന്തുകൊണ്ടാണ് തീർത്ഥയെ തനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്? അവൻ ആലോചിച്ചുകൊണ്ടിരുന്നു. ഡാ, ഞാൻ ഇറങ്ങുവാട്ടോ. ക്യാബിനിൽ നിന്നും ഇറങ്ങിയ മാധവ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. എന്താടാ നേരത്തെ? കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് തിരക്കിലായിരുന്നുവെങ്കിലും വിഷ്ണു ചോദിച്ചു. കാര്യമുണ്ട്, നാളെ പറയാം. അതും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു.